കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവത്തിന് തുടക്കമായി. മാണി സി കാപ്പൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മെമ്പർഷിപ്പ് വിതരണവും നടത്തി. KSS മീനച്ചിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മീനച്ചിൽ ഓക്സിജൻ പാർക്കിൽ വെച്ച് മാണി സി കാപ്പൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതൊരു 2000 ഏക്കറിലെങ്കിലും ഒന്നിച്ച് പ്ലാൻ ചെയ്തെങ്കിലേ ഇതിൽ നിന്നൊരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ കഴിയും. ഇത് പൾപ്പാക്കി അതിന്റെ ടൈലാക്കി മാറ്റാൻ പറ്റും. പക്ഷെ 2000 ഏക്കറിൽ കൊണ്ടൊരു ഫാക്ടറി വർക്കൗട്ട് ആവും. പിന്നെ ഈ ബാംബു ഷൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം, ഈ ചെറിയ മുള വരുന്നത്, അതിനകത്തെ ഫ്ലഷാണ് ചൈനീസ് ഫുഡിന്റെ ഏറ്റവും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം. അതിവിടെ തൂക്കി വയ്ക്കാം, മാർക്കറ്റിൽ പോകും. പിന്നെ ബേസിക്കലി വാല്യൂ അഡീഷനെ പറ്റി മുഖത്തോളം പറഞ്ഞു. വാല്യൂ അഡീഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കേടുപാട് കൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. കോൾഡ് സ്റ്റോറേജ്. ജോയ് ജോസഫ് മുക്കൻതോട്ടം അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 23 അത് എല്ലാ ദിവസവും ഇന്ന് അത് ആചരിക്കുന്നതിന്റെ കാരണം വലിയൊരു കർഷകൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അത് കഴിഞ്ഞ് നമുക്കറിയാം നരസിംഹ റാവുവിന്റെ ജന്മദിനം ഇന്നാണെന്ന് ഞാൻ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ചരൺ സിംഗിന്റെ ആ കർഷകരോടുള്ള ആ താല്പര്യമായിരിക്കാം. ഏതായാലും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അത് എല്ലാ വർഷവും കിസാൻ സർവീസ് സൊസൈറ്റി അത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ 248 പഞ്ചായത്തുകളിലുണ്ട്. അത്രയും പഞ്ചായത്തുകളിൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ഈ അവസാന ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അത് പലയിടത്തും പല രീതിയിലും വിജയകരമായി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂയിസ് കുരുവിള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനറൽ സെക്രട്ടറി തോമസ് മാത്യു യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. മീനച്ചിൽ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും MLA വിതരണം ചെയ്തു. ജോർജ് ആന്റണി ഏറത്തുമുട്ടത്തുകുന്നേലാണ് അവാർഡിന് അർഹനായ മികച്ച കർഷകൻ. കറുത്തെഴുത്ത് P. പത്മനാഭൻ നായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡും മൊമന്റോയുമാണ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, മറ്റൊരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കർഷകരുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായും ഒരു കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വളരെ നൂതനമായ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമുള്ള ഈ ഇല്ലിത്തോട്ടത്തില് ഇങ്ങനെയൊരു സമ്മേളനം, കർഷകരുടെ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വ്യത്യസ്തമായ ഒരു സമ്മേളനം, വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനവും കിസാൻ സർവീസ് സൊസൈറ്റിയുടെ കലണ്ടർ വിതരണവും നിർവഹിച്ചു. മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുകയിൽ ദേശീയ കർഷക ദിന സന്ദേശം നൽകി. ബ്ലോക്ക് മെമ്പർ ഷിബു പൂവേലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോയി കുഴിപ്പാല, സാജോ പൂവത്താനി, പഞ്ചായത്ത് മെമ്പർ നളിനി ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ ട്രഷറർ ജോൺസൺ അറക്കൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കൃഷിവിധത്തിലുള്ള ക്ലാസുകൾ, കൃഷി ഫെയറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിള ഇൻഷുറൻസ് അംഗങ്ങളെ ചേർക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. 2020 രൂപം കൊണ്ട കിസാൻ സർവീസ് സൊസൈറ്റി 5 വർഷം പിന്നിടുകയാണ്. കർഷകർക്കും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി രൂപം കൊണ്ട ഈ സന്നദ്ധ സംഘടന കേരളത്തിൽ 246 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 11 ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ 10 ഇടങ്ങളിലും ചാപ്റ്ററുകളുണ്ട്. കിസാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ജോയ് ജോസഫ് മുക്കൻതോട്ടം, കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ, ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജോൺ, മീനച്ചിൽ യൂണിറ്റ് സെക്രട്ടറി തോമസ് മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.